പാർട്ടി നേതാവ് ഇ പി ജയരാജൻ രംഗത്ത് വന്ന് പറയുന്നത് അമേരിക്കയുടെ ഏജന്റുമാർ അമേരിക്കയിൽ തന്നെ പരിശീലനം നൽകി CPM-നെ തകർക്കുന്നതിന് വേണ്ടി നാട്ടിലേക്ക് ആളെ വിട്ടിരിക്കുന്നു എന്ന്. അമേരിക്കൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും അമേരിക്കൻ യൂണിവേഴ്സിറ്റി അവിടെ പ്രത്യേക പരിശീലനം കൊടുത്ത് പോസ്റ്റ് മോഡേണൈസേഷൻ പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പരിശീലനം കൊടുത്തിട്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. അവർ ഇന്ത്യയിൽ പല മേഖലകളിലുമായിട്ട് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. ആ പോസ്റ്റ് മോഡേണിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ തകർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ്, CPM-നെയാണ്. CPM തകർന്നാൽ പിന്നെ വേറൊന്നും നോക്കേണ്ടതില്ല വലതുപക്ഷ ശക്തികൾക്ക്. അതിനുള്ള കടുത്ത ആക്രമണമല്ലേ. ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞാൽ എന്തായി തീരും സ്ഥിതി? പോസ്റ്റ് മോഡേൺ എന്ന് പേരിട്ട കുറെ ഏജന്റുമാർക്ക് ബൈഡൻ പരിശീലനം കൊടുക്കുന്നു. എന്നിട്ട് ബൈഡൻ പറയുന്നു, ഇതാ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, പിണറായി വിജയനാണ് ഭരിക്കുന്നത്, അത് ലോകം പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്, ലോകത്തിനും ജനാധിപത്യത്തിനും അപകടമാണ്, അതുകൊണ്ട് തകർക്കണം. എന്നിട്ട് അമേരിക്ക ബൈഡൻ തന്നെ പരിശീലനം കൊടുത്ത് കേഡറുകളെ ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അവർ പാർട്ടിയിൽ ചേർന്ന് പാർട്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയാണ് ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അമേരിക്ക തകർത്തത്. ഇപ്പോൾ അമേരിക്കയുടെ അജണ്ടയാണ് കേരളത്തിലെ CPM-നെ തകർക്കുക എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. CPM-ന്റെ കണ്ണൂരിലെ പാപ്പിനിശ്ശേരി ലോക്കൽ സമ്മേളനത്തിൽ വെച്ചാണ് ഇ പി ജയരാജൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഇത് കേട്ട് കൈയടിക്കാനും വിശ്വസിക്കാനും മണ്ടന്മാരായ പാർട്ടി സഖാക്കൾ ഉണ്ട് എന്നത് കഷ്ടമാണ്. ഇത്തരം മണ്ടന്മാർ തുടരുന്നു എന്നത് മാത്രമാണ് CPM-ന്റെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ. ഓർക്കുക, CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്ന ഗോവിന്ദനേക്കാൾ സീനിയർ ആയിട്ടുള്ള പാർട്ടിയിലെ ഏറ്റവും പക്വതയുള്ള അഴിമതിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത നേതാവായ ജി സുധാകരൻ, അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴയിലെ വീട്ടിൽ രാമായണം വായിച്ചുകൊണ്ടിരിക്കുക. അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ വസതിക്ക് തൊട്ടടുത്ത് നടക്കുന്ന ലോക്കൽ സമ്മേളനത്തിലോ ഏരിയ സമ്മേളനത്തിലോ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. അതാണ് CPM-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതായത് മാന്യന്മാരായ നേതാക്കളൊക്കെ ഒന്നെങ്കിൽ പാർട്ടി വിട്ടുപോകുന്നു, അല്ലെങ്കിൽ നിശബ്ദരായിരിക്കുന്നു, പാർട്ടി അണികൾ തെരുവിലിറങ്ങുന്നു, പാർട്ടി നേതൃത്വത്തിനെതിരെ കളങ്കിതരായ കച്ചവടക്കാർ മാത്രം പാർട്ടിയെ ഭരിക്കുന്നു, അവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അധികകാലം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഏറെ വൈകാതെ ഇല്ലാതാകും എന്ന് തീർച്ച.